ചേട്ടാ ഒരുപാട് സന്തോഷം. ഞാനിവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് വെയർ ഹൗസിൽ മെറ്റീരിയൽസ് എടുക്കാൻ വന്നത്. അപ്പം ഞാൻ എന്നെ കണ്ടോണ്ട് ഓടി വന്ന് നമ്മൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്ത പേരെന്തോ പറഞ്ഞത്? ജമീല യൂനസ്. എവിടുന്ന് വരുവാ? മന്നിയപ്പള്ളി പൊന്നിയിൽ. എങ്ങനെ ഇത്ത ഇവിടോട്ട് എത്താനുള്ള കാര്യം? ഫേസ്ബുക്കിൽ കണ്ട് കൊതി തോന്നി വന്നതാണ്. അതെ, എന്നിട്ട് കിട്ടി എത്താക്കെല്ലാം എല്ലാം കിട്ടി. കുപ്പം കുറച്ചേ എടുത്തോളൂ, ഇനി ഇൻഷാല്ലാ എടുക്കുന്നതായിരിക്കും. നമ്മുടെ വെയർ ഹൗസ് മൊത്തം കാണാപ്പാടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത്ത ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയുമ്പോൾ ഇതെല്ലാം കാണാപ്പാടം. പക്ഷെ കുറെ നാളുകൊണ്ട് കാണുമല്ലേ ഇത്. രണ്ടുപേരും കാണാറുണ്ട്. ഇനിയിപ്പോ ഇത്ത സ്റ്റിച്ചിങ്ങിന്റെ യൂണിറ്റ് ഒക്കെ തുടങ്ങുന്നുണ്ടല്ലേ? ഇൻഷാല്ലാ എല്ലാരും പോണം. അവിടെ ഉള്ളവർ ഇത്ത സ്ഥലം ഇവിടെ മന്നിയപ്പള്ളി. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് മെറ്റീരിയൽസ് കൂടെ ഒക്കെ എടുത്ത് വെക്കാമെങ്കിൽ അപ്പൊ ഇവിടെ വരേണ്ടവർക്കാലും അവിടെ വന്നാലും എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും ചുമ്മാ വെറുതെ വീട്ടിലിരിക്കുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ അല്ലേ? നമ്മൾ വെറുതെ ഫ്രീ ചുമ്മാ ഓരോ ലേഡീസും ഇങ്ങനെ വീട്ടിലിരുന്ന് ഹൗസ് വൈഫായിട്ട് നമ്മളിങ്ങനെ അതൊരു ജോലി തന്നെയാണ് എങ്കിലും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടത്തില്ലേ? മക്കളൊക്കെ വലുതായി, അവരൊക്കെ ഇനിയിപ്പോ നമ്മൾ എന്തിനാ വെറുതെ, നമുക്കൊരു സന്തോഷം അല്ലേ? ചെറിയ രീതി നമുക്കൊരു വരുമാനം കിട്ടും. നമ്മുടെ 10 രൂപ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അപ്പൊ ഞാനും ഇത്തയോട് പറയും, ഇത്ത ഇപ്പൊ പറഞ്ഞു ഇത്ത ഫാം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതിന് മുമ്പല്ലേ? ഇപ്പോഴും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങളെ വന്ന് കണ്ടിട്ട് എങ്ങനെ? ഭയങ്കര സന്തോഷം. പറയുന്നതിനേക്കായി ഉപരി എല്ലാം ഉണ്ട്. വരാനുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങള് അറിയുന്നവരടുത്തെല്ലാം പറഞ്ഞു. പലരും എടുക്കാറുണ്ട്. ആന്നല്ലേ? അപ്പൊ ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ലോ നമ്മളെ തേടി കേട്ടോ. ഒത്തിരി സന്തോഷമായി വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി അവിടെ ഉള്ളവരെയൊക്കെ പറഞ്ഞു വിടണം. ഇനി പുതിയ ഷോപ്പ്, അതായത് യൂണിറ്റ് തുടങ്ങുമ്പോൾ ഇവിടെ വന്ന് മെറ്റീരിയൽസ് എടുത്ത് വെക്കണം. എല്ലാവരും പോയി പർച്ചേസ് ചെയ്യണം അടുത്തുള്ളവരൊക്കെ കേട്ടോ. അപ്പം പിന്നെ ഓക്കെ, ബൈ.